നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എംഎൽഎയുമായിരുന്ന എ പത്മകുമാറിന് ശബരിമല കട്ടളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച പത്മകുമാർ പുറത്തിറങ്ങും ഉടൻ തന്നെ പത്മകുമാർ ചില ഇടങ്ങളിലേക്ക് പോകും, ചിലരെ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും പത്മകുമാറിന് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജഡ്ജി ഡോക്ടർ CS മോഹിത് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തുടരും. നവംബർ 20-നാണ് കട്ടളപ്പാളി കേസിൽ പത്മകുമാർ അറസ്റ്റിലായത്. റിമാൻഡിൽ കഴിയവേ ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. അടുത്തയാഴ്ച ഈ കേസിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാക്കും. പിന്നാലെ സ്വാഭാവിക ജാമ്യത്തിന് പത്മകുമാർ അപേക്ഷ നൽകും. 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യത്തിലാണ് പത്മകുമാറിന് കട്ടളപ്പാളി കേസിൽ ജാമ്യം അനുവദിച്ചത്. അനുമതിയില്ലാതെ കേരളത്തിന് പുറത്തു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം. അതേസമയം പത്മകുമാർ പത്തനംതിട്ട ജില്ലക്കാരനായതിനാൽ ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയിൽ ഇളവ് തേടിയേക്കും. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ ജീവനക്കാർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്റെ മൊബൈൽ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി 2 ദിവസത്തിനകം പരിഗണിക്കും. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLAയുമായിരുന്ന എ പത്മകുമാറിനാണ് ശബരിമല കട്ടളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജഡ്ജി ഡോക്ടർ CS മോഹിത് സ്വാഭാവിക ജാമ്യം നൽകിയത്. അതായത് ജാമ്യം ലഭിച്ച് ഇറങ്ങിയാൽ പോലും സ്വന്തം വീട്ടിൽ പോലും കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. പത്മകുമാർ പത്തനംതിട്ടയിലെ തന്നെ ജില്ലക്കാരനാണ്. അപ്പോൾ പത്തനംതിട്ട വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാകുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാലാണ് ജയിലിൽ തുടരുന്നത്. നവംബർ 20-നാണ് കട്ടളപ്പാളി കേസിൽ പത്മകുമാർ അറസ്റ്റിലായത്. അപ്പോൾ ഒരു കേസിൽ ജാമ്യം ലഭിച്ചാലും പത്മകുമാറിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ദ്വാരപാലക ശില്പ കേസ് അത് അങ്ങനെ അങ്ങ് തുടരുന്നത് കൊണ്ട് തന്നെയാണ്. നവംബർ 20-നാണ് കട്ടളപ്പാളി കേസിൽ പത്മകുമാർ അറസ്റ്റിലായത്. റിമാൻഡിൽ കഴിയവേ ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. അടുത്തയാഴ്ച ഈ കേസ് അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകും. അപ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പുറത്തിറങ്ങാൻ സാധിക്കും. എന്തായാലും സ്വാഭാവിക ജാമ്യത്തിന് പത്മകുമാർ അപേക്ഷ നൽകും. അതിനും കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യത്തിലാണ് പത്മകുമാർ കട്ടളപ്പാളി കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അനുമതിയില്ലാതെ കേരളത്തിന് പുറത്ത് പോകരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും തെളിവ് നശിപ്പിക്കരുതെന്നും മാധ്യമങ്ങളോട് സംസാരിച്ചു പോകരുത് എന്നും പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളുമുണ്ട്. അതേസമയം പത്മകുമാർ പത്തനംതിട്ട ജില്ലക്കാരനായതിനാൽ തന്നെ ഈ ഒരു കേസ്, അതായത് ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ ജാമ്യം തേടുമ്പോൾ ഒരുപക്ഷെ ഇളവ് തേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.